അതിമനോഹരമായ ഒരു സദസ്സാണ് ഇത് നമുക്ക് തന്നത്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പോരാട്ടത്തിൽ പങ്കുചേരാനുള്ള പട്ടാളക്കാരാണ് നമ്മളൊക്കെ. പട്ടാളക്കാരായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അഭിവാദ്യം അർപ്പിക്കുവാനും നമുക്ക് ശാസ്ത്രോപദേശങ്ങൾ തരാൻ വന്ന സന്നദ്ധരായ വ്യക്തിത്വങ്ങളാണ് ഈ നിലയിലിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA അവർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞു. രണ്ടാമത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഈ യുദ്ധം തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി. മിസൈൽ രൂപത്തിൽ നമ്മൾ കാണുമ്പോഴാണ് യുദ്ധം എന്ന് പറയുന്നത്. എന്നാൽ ഈ മയക്കമരുന്ന് രൂപത്തിലൂടെ, ലഹരി രൂപത്തിലൂടെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള പ്രവർത്തനം അതുകൂടി യുദ്ധമായി നമ്മൾ കാണണം. ഇന്ത്യക്കാർ കാണണം, മലയാളികൾ കാണണം. അത്രയും വർദ്ധിത ബീജത്തോടു കൂടി ഈ ലഹരിക്കായി പൊരുത്തണം എന്ന് നമ്മളോട് പറഞ്ഞ ബഹുമാനപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർക്ക് ഈ കൂട്ടത്തിൻ്റെ പേരിൽ നന്ദി പറയും. പിന്നെ ഡോക്ടർ പീറ്ററാണ്. ഞാൻ അദ്ദേഹത്തെ വിളിക്കാനായിട്ട് ഹോസ്പിറ്റലിലൂടെ പോയ ആളാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടില്ല. ഹോസ്പിറ്റൽ ഫോൺ ചെയ്തു. ഇത്ര ചെറുപ്പക്കാരനാണ് എന്ന് അന്ന് കരുതി ഇപ്പോൾ കണ്ടപ്പോഴാണ് ഒരു നല്ല ചെറുപ്പക്കാരനായൊരു നല്ല സൈക്കാട്രിസ്റ്റ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നു. അദ്ദേഹം വളരെ മനോഹരമായ ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ കൊണ്ടുവരിക മാത്രമല്ല, കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യും. ഈ രണ്ട് പ്രവർത്തനങ്ങളുള്ളപ്പോഴാണ് നമ്മുടെ ലഹരി വിമുക്ത പ്രവർത്തനത്തിൻ്റെ സമ്പൂർണ്ണത നേടുന്നത് എന്ന് ഡോക്ടർ പീറ്റർ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഡോക്ടർ പീറ്റർക്ക് നിങ്ങളുടെ എല്ലാ പേരും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ യുവൻ കേന്ദ്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീധരനാണ്. പുള്ളി ഇതിലൊരു പോരാട്ടക്കാരൻ്റെ മുന്നിലുള്ള ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിനെ സഹായിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായി സഹകരിച്ചു. നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി ഏത് കാര്യത്തിലും സാഹസത്തിൽ നമ്മുടെ കൂടെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്ന ഫാദർ ശിവാച്ചൻ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സത്യത്തിലുള്ള എൽഡറാണ്. ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് പ്രചോദനം തരുന്ന വ്യക്തിയാണ്. യുവവിദ്യാലയത്തിൻ്റെ വലിയ സ്ഥാനം വഹിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പനക്കച്ചൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീമംഗമാണ്. ബഹുമാനപ്പെട്ട അച്ഛനും ഞങ്ങളുടെ എല്ലാ പേരും ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറഞ്ഞു. സംഘടിപ്പിച്ച അവസരപ്പച്ചനെ കുറിച്ച് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആവശ്യത്തിലധികം പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പേര് പറഞ്ഞേക്കാൾ കൂടുതൽ ഞാൻ പ്രസംഗത്തിൻ്റെ പേര് 30 മിനിറ്റ് 11 തവണ പറഞ്ഞു. ഇനി പറഞ്ഞാൽ ആളുകൾ എന്നോട് എന്തെങ്കിലും വിരോധം. എൻ്റെ ബഹുമാനപ്പെട്ട അവസരപ്പച്ചനാണ് ഇതിൻ്റെ ഒരു ആൾ. ബോട്ട് പോലെയാണ് വോയിസ്. ഇത് ഞങ്ങളൊക്കെ വെറുതെ മുകളിൽ നിന്ന് പണിയുണ്ട്. പക്ഷേ ആ അടിക്കുന്ന മണി തിരിക്കുന്ന പണി അവസരപ്പച്ചനാണ്. ഇത് സംഘടിപ്പിച്ച അവസരപ്പച്ചനും ഈ കൂട്ടായ്മയുടെ എല്ലാ നേതാക്കന്മാർക്കും, സിസ്റ്റർ അടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും പിടിച്ചുകൊണ്ടല്ലേ കൂടി പറഞ്ഞിട്ട് എല്ലാവരും വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്നെത്തി ഇവിടെ കൂടി ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇതിൻ്റെ സ്ട്രാറ്റജി തീരുമാനിച്ച് അത് പ്രഖ്യാപിച്ച് അതിന് പ്രതിജ്ഞയെടുത്ത് അതിനുവേണ്ടിയുള്ള പോരാളികളായി സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്ന ധീരരായ സുഹൃത്തുക്കളെ ദേശീയയുടെ കൃപ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ വന്നു ചേർന്ന് ഒരുമിച്ചിരുന്ന് ഈ മഹാപ്രസ്ഥാനം വിജയിപ്പിക്കാൻ സഹകരിച്ചതിന് ഡിവൈൻ വോയിസിൻ്റെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരാഴ്ച പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഡിവൈൻ ധ്യാന മന്ദിരത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വലിയ പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി പറഞ്ഞു ഈ ചടങ്ങിൻ്റെ സമാപനം കുറിക്കുന്നു. യേശുവിനെ നന്ദി. യോഗം